ശബരിമലയും അയ്യപ്പസ്വാമിയും ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. കാരണം ഞങ്ങളതിൻ്റെ ഇരകളാണ്. അല്ല, ഈ ജനകീയതയുടെ മാനദണ്ഡം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും 3 സ്ഥാനാർത്ഥികളുണ്ട്. അതിലിപ്പോൾ കോഴിക്കോടും ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസനമാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ 58 മാസക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ജനോപകാര പദ്ധതികളാണ്. ആ പദ്ധതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, വികസന നായകർ എന്ന് അവകാശപ്പെടുന്നവർ കുറേ ചോദ്യങ്ങൾക്ക് കോഴിക്കോടിൻ്റെ മണ്ണിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. ഒന്നാമതായി, നിലവിലുള്ള MP 2009 മുതൽ 14 വരെയും ഇവിടെ MP ആയിരുന്നല്ലോ. 2009 മുതൽ 14 വരെ ആ MP-യുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടേത്. അങ്ങനെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് കോഴിക്കോട് ഒരു MP ഉണ്ടായി, കോൺഗ്രസിൻ്റെ MP. ആ 5 കൊല്ലം 2009 മുതൽ 14 വരെ കോഴിക്കോട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ പട്ടിക ഒന്ന് നിരത്തി വയ്ക്കുകയും പിന്നീട് 14 മുതൽ 19 വരെ മോഡിജിയുടെ 58 മാസക്കാലം ഈ സാമൂതിരിയുടെ മണ്ണിന് ലഭിച്ചിട്ടുള്ള വികസനത്തിൻ്റെ പട്ടികയും ഒന്ന് നിവർത്തി വെച്ച് വായിച്ചാൽ ആരാണ് വികസന നായകൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മോഡി എന്നേ പറയൂ. കാരണം തൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ നേടാനാവാത്തത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ വികസനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ്. ഇപ്പോൾ പിടിച്ചു വാങ്ങി എന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരു വിവേചനവുമില്ലാതെ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് വികസനത്തിൻ്റെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടേത്. അതുകൊണ്ട് വികസനം ചർച്ച ചെയ്യും. വികസനം ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ NDAക്ക് വോട്ട് ചെയ്യും, BJPക്ക് വോട്ട് ചെയ്യും. ശബരിമലയും അയ്യപ്പസ്വാമിയും ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. കാരണം ഞങ്ങളതിൻ്റെ ഇരകളാണ്. ഈ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, അശോക സ്തംഭത്തെ അപമാനിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളെയും ചുംബന സമരക്കാരെയും പോലീസിൻ്റെ വേഷം ധരിച്ച്, പോലീസിൻ്റെ തൊപ്പി ധരിപ്പിച്ച് കൊണ്ടുപോകാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അർദ്ധരാത്രിയിൽ, മാമാപ്പണി എന്നൊക്കെയാണ് നാട്ടിൽ പറയുക, അർദ്ധരാത്രിയിൽ പോലീസ് വാഹനത്തിൽ യുവതികളെ മുഖം മറച്ചുകൊണ്ട് സന്നിധാനത്തെത്തിച്ച് 18-ാം പടിയുടെ നേരിട്ട് കയറാതെ പിൻവാതിലിലൂടെ കയറ്റുന്ന ഇതാണോ നവോത്ഥാനം? അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സർക്കാർ സ്പോൺസേഡ് ആചാര ലംഘനം. സുപ്രീം കോടതി വിശ്വാസികളായ യുവതികളെ കയറ്റണമെന്ന് പറയുമ്പോൾ അവിശ്വാസികളായി ആചാര ലംഘനം നടത്താൻ പ്രതിജ്ഞയെടുത്ത് വന്നവരെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ 3 ദിവസത്തെ പരിശ്രമം കൊണ്ട് ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ കയറ്റുന്നു, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളെ കയറ്റുന്നു. ഇതിനെയൊക്കെ ചെറുത്തത് ഇവിടുത്തെ വലിയൊരു സമൂഹമാണ്, ഹൈന്ദവ സമൂഹമാണ്, വിശ്വാസി സമൂഹമാണ്. ആ വിശ്വാസി സമൂഹത്തിൽ 10,000-കണക്കിനേറെ പേരെ ജയിലിൽ അടച്ചിരിക്കുന്നു. സന്നിധാനത്ത് അയ്യപ്പ നാമം ജപിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സന്നിധാനത്ത് പോലീസ് ബൂട്ടിട്ട് കയറുന്നു. ഈ രീതിയിലുള്ള പീഡനം, കൊടിയ പീഡനം നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ്റിനെതിരെ അയ്യപ്പനെയും അതേപോലെ തന്നെ അയ്യപ്പ വിശ്വാസികളെയും ആചാര ലംഘനം നടത്തിയതും ഇതെല്ലാം തന്നെ പൊതുജന മധ്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അത് ഒരു വിധത്തിലുള്ള വായടപ്പിക്കലിന് മുന്നിലും ഞങ്ങൾ മുട്ടുമടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെൻറ്റും കമ്മീഷനും ഇന്നലെ LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ലഘുലേഖയിൽ ഞാൻ വായിച്ചല്ലോ, അയോധ്യ ബാബറി മസ്ജിദ് തകർത്തു എന്ന് പറയുന്നത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് എന്താണ് കമ്മീഷൻ പറയാത്തത്? എന്താ ഗവൺമെൻറ് പറയാത്തത്? ഏകപക്ഷീയമായി വായടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനും ഞങ്ങൾ വഴങ്ങില്ല. ശബരിമല ഞങ്ങൾ ഓരോ വീട്ടിലും കയറി പറയും, അയ്യപ്പനെ ഞങ്ങൾ ഓരോ വീട്ടിലും കയറി ഞങ്ങൾ ചർച്ച ചെയ്യും. കാരണം ഞങ്ങൾ ഇത് അനുഭവിച്ചവരാണ്, ഇരകളാണ്. ഇരകളുടെ പ്രതിഷേധം, ഇരകളുടെ ചർച്ച ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഇവിടെ എനിക്ക് വളരെ ആത്മവിശ്വാസമുള്ളത്, ഈ മണ്ണ് കാപട്യങ്ങളെ എക്കാലത്തും കുഴിച്ചു മൂടിയിട്ടുള്ള മണ്ണാണ് കാലിക്കറ്റിൻ്റേത്, കോഴിക്കോടിൻ്റേത്. ഒറ്റ ചോദ്യം, LDFൻ്റെ സ്ഥാനാർത്ഥി കോലീബി പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആത്മാഭിമാനമുണ്ടെങ്കിൽ അദ്ദേഹം പൊതുജനങ്ങളോട് പറയണം. LDFൻ്റെ സ്ഥാനാർത്ഥി ബഹുമാന്യനായിട്ടുള്ള പ്രദീപ് കുമാർ ജയിച്ചാൽ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? പിതൃത്വമില്ലാത്ത സ്ഥാനാർത്ഥിത്വമാണ് LDFൻ്റേത്. ആരാണ് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം
കാപട്യമുള്ളവരാണോ ഈ കോഴിക്കോടിൻ്റെ മണ്ണിലുള്ള വോട്ടർമാർ? അപ്പോൾ LDFിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും UDFിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും രാഹുൽ ഗാന്ധിയാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് അറിയില്ലെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് സൗഹൃദ മത്സരം നടത്തുന്നത്? കൈപ്പത്തിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും തമ്മിൽ എന്തിനാണ് ഇവിടെ സൗഹൃദ മത്സരം നടത്തുന്നത്? ഈ സ്ഥാനാർത്ഥി ഒന്ന് തലശ്ശേരിക്കൊന്ന് പോകുമ്പോൾ മാഹിയിൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും കൊടി ഒരുമിച്ച് കെട്ടി വോട്ട് പിടിക്കുന്നത് കാണാമല്ലോ. അതിർത്തി വാളയാറ് കഴിഞ്ഞാൽ ഇവരൊന്നല്ലേ? അപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പിണറായി വിജയനും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ അവിടെ നിന്ന് കൈവീശുന്നു. കേരളത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട്. ഈ തിരിച്ചറിവ് ജനങ്ങൾക്ക് നന്നായിട്ടുണ്ട്. രണ്ടാമത് കോലീബി അതെന്തെങ്കിലും ആകട്ടെ, ആരാണ് സഖ്യത്തിൽ ഏർപ്പെടുന്നതൊക്കെ ജനങ്ങൾക്കറിയാം. കാരണം ദ്രവിച്ച ആയുധങ്ങളൊന്നും ഇനി ഇവിടെ വിലപ്പോവില്ല. ഇനി ശക്തർ അശക്തർ എന്നാണ് പറയുന്നത്. ഇത് ഈ നിയമസഭയിലെ സ്പീക്കറുടെ കസേരയെടുത്ത് വലിച്ചെറിയുന്ന ശക്തി തെളിയിക്കലൊന്നും അല്ലല്ലോ ഇവിടെ. വോട്ടെണ്ണട്ടെ. മെയ് 23 വോട്ടെണ്ണിയാൽ ആരാണ് ദുർബലൻ ആരാണ് ബലൻ എന്ന് നമുക്ക് കാണാം. ഇത് തീരുമാനിക്കുക ജനങ്ങളാണ് ജനാധിപത്യ സംവിധാനത്തിലെ അവസാനത്തെ വാക്ക്. അതുകൊണ്ട് ആ ആരോപണം, കോലീബി ആരോപണം പരാജിതൻ്റെ ആരോപണമാണ്. കാരണം മത്സരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ കുറ്റസമ്മതമാണ് കോലീബി സഖ്യം ആരോപണം. ഒന്നിൽ കൂടുതൽ പത്രങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി 15.5 കോടി മുദ്രാ വായ്പ. എന്താ മുദ്രാ വായ്പ എന്ന് പോലും LDFിനും UDFിനും അറിയില്ല. അജ്ഞതയാണ് ഇവിടെ കാണിക്കുന്നത്. 15.5 കോടി മുദ്രാ വായ്പ ഒരു ഈടുമില്ലാതെ ബാങ്കിൽ നിന്ന് കൊടുത്തു. അതായത് 7.5 ലക്ഷം കോടി രൂപ. 7.5 ലക്ഷം കോടി രൂപ 15.5 കോടി സ്വയം സംരംഭങ്ങൾ രൂപീകരിക്കാനുള്ള ലോൺ കൊടുത്തതാണ്. അതിലൂടെ എത്ര പേർക്ക്, അത് മാത്രം മോഹിച്ചാൽ അറിയാം എത്ര പേർക്ക് തൊഴിൽ കിട്ടിയെന്ന്. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. UPSC വഴിയുള്ള നിയമനം ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പുറത്തൊരു കാര്യം കൂടി ഇവർ പറയണം. ഇത് കേരളമാണ്. ഒരു അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് പോലും നിയമനം കൊടുക്കാത്തവരാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുന്നത്. MLAയുടെ ഭാര്യയ്ക്ക് മെറിറ്റ് ലിസ്റ്റിലെ 1ാം റാങ്കിനെ അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരി MLAയുടെ ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി കൊടുക്കുന്നു. പാർട്ടി നേതാക്കളുടെയും മന്ത്രിമാരുടെയും സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ബന്ധുത്വ നിയമനം കൊടുക്കുന്നു. ഇവരാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ഗവൺമെൻറ് യുവജനങ്ങളെയൊക്കെ തന്നെ കൈപിടിച്ചുയർത്തുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ വായ്പ 15.5 കോടി മുദ്രാ വായ്പ കൊടുത്തിട്ടുള്ളത്. 1 സെൻറ്റ് ഭൂമി വേണ്ട. 1 സെൻറ്റ് ഭൂമിയുടെ സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെയും ജാമ്യമില്ലാതെ കൊടുത്തു എന്ന് പറഞ്ഞാൽ വെറുതെ ആരും ഇപ്പോൾ 7 ലക്ഷം കോടി വാങ്ങിപ്പോകില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയത്തിലെ അല്പത്തരം എന്ന് അതിന് പറയാൻ പറ്റുള്ളൂ. ഇത്ര ബാലിശമായ ആരോപണം എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് നിയമനിർമ്മാണം നടത്താവോ നടത്തിക്കൂടിയോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. അതിപ്പോൾ യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റുമായിട്ടുള്ള ഒരു തർക്കമാണ്. ആ തർക്കത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഇതിലേക്ക് എങ്ങനെയാണ് ഈ വിധിയിലേക്ക് നയിച്ചത് എന്നെന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? ഇത് സുപ്രീം കോടതി ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിധിയായിരുന്നോ? സുപ്രീം കോടതിയിൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ്റാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എതിർകക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. ഗവൺമെൻറ്റാണ് പറയേണ്ടത് നൂറ്റാണ്ടുകളായി അവിടെ നടക്കുന്ന ആചാരങ്ങൾ ഇങ്ങനെയാണ്. അത് ഒരു വിധത്തിലും സ്ത്രീ സമത്വത്തിനെതിരല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരല്ല. പകരം സ്ത്രീകൾക്ക് അവിടെ ഒരു വിലക്കുമില്ല. 10നും 50നും ഇടയിലുള്ള യുവതികളെ ചില ആചാരത്തിൻ്റെ ഭാഗമായി, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി, നൂറ്റാണ്ടുകളുള്ള തുടർന്ന് വരുന്ന ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നിയന്ത്രണം മാത്രമാണ് ഉള്ളൂ എന്ന് പറയാൻ എന്താ പിണറായി വിജയനൊരു മടിയുണ്ടായിരുന്നത്? ആ കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലത്തിലൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കൊടിയ ചതിയിൽ നിന്നും അയ്യപ്പ വിശ്വാസികൾക്ക് രക്ഷപ്പെടാമായിരുന്നു. കാരണം ഞാനിത് പറയാൻ കാരണം മുൻ ഗവൺമെൻറ് കൊടുത്ത സത്യവാങ്മൂലം പോലും ഇവർ അട്ടിമറിച്ച് തിരുത്തിയത് പുതിയത് കൊടുത്തതാണ്. രണ്ടാമത്തത് അമിത്ഷാജി പറഞ്ഞല്ലോ, റിവ്യൂ ഹർജി വന്നാൽ റിവ്യൂ ഹർജിയുടെ റിസൾട്ട് വരട്ടെ, ഫലം വരട്ടെ, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞത് നടപ്പാക്കി മാത്രം ശീലമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനാണ്, അമിത്ഷാജിയാണ്. അതിൽ ഞങ്ങൾ വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്നലെ വരെ വിധി നടപ്പിലാക്കുകയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞല്ലോ. സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞവർ റിവ്യൂ ഹർജിയിലെ നിലപാട് കൂടി ഒന്ന് ചർച്ച ചെയ്യണം. റിവ്യൂ ഹർജിയിൽ എന്താ പറഞ്ഞത്? റിവ്യൂ ഹർജി പരിഗണിക്കുകയേ വേണ്ട. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഹൈന്ദവ ആചാര ലംഘനം നടത്താൻ
സർക്കാർ സ്പോൺസേഡ് ശ്രമം നടക്കുന്നു, സർക്കാർ കൂട്ടുനിൽക്കുന്നു, സർക്കാർ അതിനുവേണ്ടി ഗവൺമെൻറ് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്യും. റിവ്യൂ ഹർജി വന്നു കഴിഞ്ഞാൽ ഉചിതമായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമെന്ന് പാർട്ടിയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ അമിത്ഷാജി തന്നെ പരസ്യമായിട്ട് പാലക്കാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമലയിൽ എനിക്ക് 8 കേസുണ്ട്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. കാരണം ശബരിമലയിൽ ഒരു ആക്ടിവിസ്റ്റുകളെയും, അത് തൃപ്തി ദേശായി ആയാലും ആരായാലും റഹീന ഫാത്തിമ ആയാലും, ഞങ്ങളെ തടയും, ജീവൻ പോയാലും തടയുമെന്ന് ഈ വിധി വന്ന 3-ാം നാൾ പ്രഖ്യാപിച്ചവരാണ് യുവമോർച്ചക്കാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ആയിരക്കണക്കിന് യുവമോർച്ചക്കാരും 1.5 മാസത്തോളം ശബരിമലയിലുണ്ടായിരുന്നു. അതിൽ പല യുവതികളെയും തടഞ്ഞിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് വന്ന യുവതിയെ തടഞ്ഞിട്ടുണ്ട്, തൃപ്തി ദേശായിയെ തടഞ്ഞിട്ടുണ്ട്, ആക്ടിവിസ്റ്റുകളെ തടഞ്ഞിട്ടുണ്ട്. 8 കേസുമുണ്ട്. ആ 8 കേസും നേരിടാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ ജയിലിൽ പോകാനും തയ്യാറാണ്. വേണ്ടി വന്നാൽ പിണറായി വിജയൻ വീണ്ടും ഒരു ആചാര സംരക്ഷണത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെയുള്ള പകപോക്കൽ രാഷ്ട്രീയം തുടരുകയാണെങ്കിൽ ജയിലിൽ നിന്ന് തന്നെ പത്രിക കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇനിയും നാളെയും റിവ്യൂ ഹർജി എതിരായാൽ ശബരിമലയിൽ പോയി യുവതികളെ തടയുക തന്നെ ചെയ്യും. ആ കണക്ക് കൂട്ടിയാൽ നമുക്കറിയാം, 25 കോടി ജനങ്ങൾക്ക് വർഷത്തെ 72,000 പോട്ട്, അതിപ്പോൾ 36,000 ഒരാൾക്ക് വരുമാനം എന്ന് കൂട്ടാം. അങ്ങനെ വന്നാൽ ബാക്കി 36,000, 25 കോടി ജനങ്ങൾക്ക് 36,000 രൂപ കൊടുക്കാൻ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്താണെന്ന് രാഹുൽ ഗാന്ധിക്കും അറിയില്ല, പത്രസമ്മേളനം നടത്തിയ അറിയില്ല. നിങ്ങൾ മാത്രം ഒന്ന് കൂട്ടുക. 25 കോടി ജനങ്ങൾക്ക് 6,000 രൂപ വെച്ച് ഒരു വർഷത്തിൽ അക്കൗണ്ട് ഇടണമെങ്കിൽ എത്ര കോടി വേണം? 18 ലക്ഷം കോടി വേണം. ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് ഇത്ര വലിയ വിഡ്ഢിത്തം പറയുന്ന ഒരാളെയാണോ പ്രധാനമന്ത്രിയാക്കുന്നത്? 18 ലക്ഷം കോടി രൂപ ഒരു കൊല്ലം സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് പറയാൻ കോൺഗ്രസ്സുകാരെ പോലെ മണ്ടരാണ് ഇവിടുത്തെ വോട്ടർമാർ. ഇതൊന്നും ഇവിടെ വിലപ്പോവില്ല. ഇത് പ്രബുദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ്. 4.5% സാമ്പത്തിക വളർച്ചയുള്ള ഒരു രാജ്യത്തെ 58 മാസം കൊണ്ട് 7.5% വളർച്ചയുള്ള ലോകത്തെ 6ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയിട്ടുള്ള നരേന്ദ്രമോദി, അദ്ദേഹം 18 മാസം ഈ പരിശ്രമം 5 മണിക്കൂർ പോലും ഉറങ്ങാതെ ഈ രാജ്യത്തെ ചിറകിനടിയിൽ സംരക്ഷിച്ചുള്ള പ്രധാനമന്ത്രിയുടെ വിളവെടുപ്പ് കാലമാണ് ഇനിയുള്ള 5 കൊല്ലം. ആ വിളവെടുപ്പ് കൂടി രാജ്യത്ത് നടന്നാൽ ഈ രാജ്യം ലോകത്തെ 1ാമത്തെ രാജ്യമായി വളരുമെന്നുള്ള കാര്യത്തിൽ വിറളി പൂണ്ടവരാണ് ഈ രാഷ്ട്രീയ അവിശുദ്ധ സഖ്യമുണ്ടാക്കുന്നതും കള്ളപ്രചരണങ്ങളും നടത്തുന്നത്. അതാ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വികസനം ചർച്ച ചെയ്യും, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ചർച്ച ചെയ്യും, രാജ്യത്തെ യുവതി യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ നമോ അഗെയിൻ 2019 എന്ന് ഹൃദയത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് രാജ്യം മുഴുവൻ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അട്ടിമറി വിജയം. കോഴിക്കോട് ഞങ്ങൾക്ക് 1,85,000 വോട്ടുണ്ട്. 1,85,000 വോട്ട് നിയമസഭാ വോട്ടിംഗ് ആണ്. നിയമസഭയിലെ ട്രെൻഡ് BJPക്ക് അനുകൂലമല്ലെന്ന് എല്ലാവർക്കും അറിയല്ലോ. ആ നിയമസഭയിൽ 2-3 കൊല്ലം മുമ്പ് 1,85,000 ഉണ്ടെങ്കിൽ കോഴിക്കോട് ഞങ്ങൾ പിടിക്കും. 3 ലക്ഷം ത്രികോണ മത്സരത്തിൽ 3 ലക്ഷം വോട്ടുണ്ടെങ്കിൽ വിജയിക്കും. അട്ടിമറി വിജയം സാമൂതിരിയുടെ മണ്ണിൽ ഉണ്ടാകും. രാജ്യത്ത് 100 കണക്കിന് താമര വിരിയുമ്പോൾ കോഴിക്കോട്ടും താമര വിരിയും. ഒരു തർക്കവുമില്ല. 100% ആത്മവിശ്വാസമാണ്.